എല്ലാവർക്കും നമസ്കാരം. കേട്ടറ്റ്, സെറ്റ്, നെറ്റ് ഇന്നും ഒരു സ്വപ്നമായിട്ട് തുടരുകയാണോ? വീട്ടുകാരെയും കുട്ടികളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ലേ? വിഷമിക്കണ്ട കേട്ടോ. ഇന്നു മുതൽ ഡെയിലി 10 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു സീരീസ് ആരംഭിക്കുകയാണ്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിരിക്കും, അതുപോലെ തന്നെ കാലിക സാഹിത്യ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കും. അധിക ഭാരമില്ലാതെ കേട്ട് പഠിക്കാം. അപ്പോൾ എങ്ങനെ തുടങ്ങാം അല്ലേ? ഇന്ന് മലയാളത്തിലെ പാരിസ്ഥിതിക കഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, വൻമരം മുഖ്യ കഥാപാത്രമായി വരുന്ന കെ അരവിന്ദാക്ഷന്റെ കഥയുടെ പേരെന്താണ്? എബോള. ലോകാവസാനം എന്ന പാരിസ്ഥിതിക കഥ എഴുതിയത് VS അനിൽകുമാർ. ഡാർവിൻ കഥാപാത്രമായി വരുന്ന P സുരേന്ദ്രന്റെ കഥയുടെ പേര് വിപരിണാമം. കടലാമകളെക്കുറിച്ച് അംബികാസുധൻ മാങ്ങാടി എഴുതിയ കഥ നീരാളിയൻ. നിശബ്ദ വസന്തം എന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കേഴ്സൺ. പാരിസ്ഥിതിക ചിന്തയുടെ 4 ദാർശനിക തലങ്ങൾ ഏതൊക്കെയാണ്? ഗഹന പരിസ്ഥിതിവാദം, സാമൂഹ്യ പരിസ്ഥിതിവാദം, പരിസ്ഥിതി മാർക്സിസം, പാരിസ്ഥിതിക സ്ത്രീവാദം. വിമാനത്താവളത്തിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ബിനോയ് തോമസ് എഴുതിയ കഥ മൂർഖൻ പറമ്പ്. ഭൗമം എന്ന പാരിസ്ഥിതിക കഥ എഴുതിയത് PJ ആന്റണി. ആകാശത്തിന്റെ അവകാശികൾ S മഹാദേവൻ തമ്പി. പാൽക്കൂൺ CS ചന്ദ്രിക. കുറച്ച് പാരിസ്ഥിതിക കഥകളുടെ പേര് പറഞ്ഞു പോകാം. മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും അർഷാദ് ബത്തേരി. ചതുപ്പ് M കമറുദ്ദീൻ. കണ്ടൽക്കാട് S മഹാദേവൻ തമ്പി. ഭൂമി വിസ്മയങ്ങൾ ദാമോദരൻ കുളപ്പുറം. ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം അയമനം ജോൺ. ആമസോൺ അശോകൻ ചെരുവിൽ. അപ്പോൾ എങ്ങനെ കേട്ട് പഠിച്ചൂടെ? ഓൾ ദി ബെസ്റ്റ്.